ഹായ്, ഞങ്ങളിപ്പോൾ മൂകാംബിയക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്നത്തെ ട്രിപ്പ് മൂകാംബിയ യാത്രയാണ്. അപ്പൊ ഞങ്ങള് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിനിലാണ് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലാണ്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ KP ഷൈൻ ജോഡി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പൊ സമയം 5:30 ആവണു അല്ലേ? 5:30 ആവണു. 7 മണിക്കാണ് വണ്ടി. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്ര കാണാം, മൂകാംബിയ ട്രിപ്പ് കാണാം. കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ട്രെയിൻ യാത്ര. നമ്മള് ലാസ്റ്റ് ആയിട്ട് പോയത് തിരുപ്പതിയിലേക്കാണ് ട്രെയിനിൽ പോയത്. 55-നാണ് വണ്ടി, ഇന്റർസിറ്റിയാണ്. ട്രെയിന് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്യണം സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാൻ തോന്നും. അപ്പോൾ ചേട്ടനും മോനും കൂടെ ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങളിതാ കയറി ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ബോറടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് സ്ഥലം എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ 1 മണിക്ക് മംഗലാപുരത്തെത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 2:20 ഒരു ഗോവ പോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു, മത്സ്യഗന്ധ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ കയറി ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിട്ടോ. ബൈന്ദൂരിന് ഞങ്ങൾ ടാക്സി എടുത്തിട്ട് ഇപ്പോൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനെത്തി. അപ്പം അവിടെ നിന്ന് മൂകാംബിയയ്ക്ക് പോകാൻ ഇഷ്ടം പോലെ ടാക്സികളുണ്ട് കേട്ടോ. 7 സീറ്ററുള്ള വണ്ടിയുണ്ട്, 5 സീറ്ററുള്ള വണ്ടിയുണ്ട്. അപ്പം നമ്മുടെ സൗകര്യത്തിന് അനുസരിച്ച് നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 7 സീറ്ററുള്ള വണ്ടിയാണ് എടുത്തത്. അത് നമുക്ക് ലഗേജൊക്കെ കൂടുതലുള്ള കാരണം 7 സീറ്റർ ഉള്ളതാണ് എടുത്തത്. അതിന് അവർ ചാർജ് ചെയ്തത് 1500 രൂപയാണ് കേട്ടോ. അതുപോലെ 5 സീറ്ററിനുള്ളത് അവർ 1000 റുപ്പീസാണ് പറഞ്ഞത്. അവിടെ നിന്ന് അമ്പലത്തിലേക്ക് 24 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ടുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അതിമനോഹരം എന്ന് തന്നെ പറയാം. കാടും മലയും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ മാൻ ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബോർഡ് കാണാം കേട്ടോ. പിന്നെ നമുക്ക് പോണ വഴിയിലൊക്കെ ഇഷ്ടം പോലെ കശുമാവിൻ്റെ മരം കാണാം കേട്ടോ. ഇഷ്ടം പോലെ അത് തന്നെ ഉള്ളൂ ഇവിടെ. കശുമാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, കാഷ്യൂനട്ടാണ്. അപ്പം അതിൻ്റെ മരമാണ് ഇഷ്ടം പോലെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാ ചേട്ടനും മോനും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. വണ്ടി നല്ല സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോണ വഴിയിലൊക്കെ റോഡ് ചെറുതായിട്ടൊക്കെ ഡാമേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവർ സൂപ്പർ ഡ്രൈവർ ആയ കാരണം ഞങ്ങൾ നല്ല രീതിയിൽ മൂകാംബിക എത്തി റൂം എടുത്ത വിശേഷമൊക്കെ വലിയ സംഭവമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അമ്പലവിശേഷവും മറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.